ഇപ്പോഴും ഒന്ന് വന്നു, ഇനി ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ കാണുമ്പോൾ സ്നേഹമല്ലേ കാണിക്കേണ്ട? അതിനിങ്ങനെ വൈരാഗ്യത്തോടെ ഞാൻ നിങ്ങളോട് എന്തോ ദ്രോഹം ചെയ്ത പോലെ ഇങ്ങനെ വീർപ്പിച്ച് കെട്ടിയിരിക്കുന്ന സന്തോഷത്തോടെ ഇരിക്കുക. ഒരു മുസ്ലിമിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് അതുപോലും സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഒരു സദക്ക ചെയ്ത മനുഷ്യ, പൈസയല്ല ചിരിക്കാൻ. ഒരു മുസ്ലിമിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സദക്ക അല്ല. സദക്ക എന്ന് പറഞ്ഞാൽ പൈസയല്ല ചോദിക്കണേ. അള്ളാഹു നമുക്ക് സദക്കയുടെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുഞ്ചിരി അള്ളാഹു മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഇവിടെ ഭക്ഷണം ഉണ്ടോ? അപ്പം ബിരിയാണി, അൽഹംദുലില്ലാഹ് ഭക്ഷണമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ബിരിയാണിയാണോ? ഹൈദരാബാദ് ബിരിയാണി പോലെ മാഷാ അല്ലാഹ്. മന്തി ബിരിയാണി, എന്തായാലും ഇൻഷാ അല്ലാഹ് കഴിച്ചിട്ടേ പോകത്തുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണമുണ്ട് അൽഹംദുലില്ലാഹ്. അള്ളാഹു ആരൊക്കെ അതിനു വേണ്ടി സഹായം കൊടുത്തോ അവരുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വിജയത്തിലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ ഇരിക്കണവർക്ക് ഇങ്ങോട്ട് കയറിയിരിക്കുമെന്ന് എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് കയറിയിരിക്കുമോ? ഈ ചങ്ങായിമാരെ, നിങ്ങളോട് ഈ ഇരിക്കണ അവരൊക്കെ ഒന്ന് ഇങ്ങോട്ട് കയറിയിരുന്നു. എനിക്ക് നിങ്ങളെ കാണാനായി, ഈ ലൈറ്റ് ഉള്ളത് കാരണം കാണുന്നില്ല. ഇങ്ങോട്ട് വാ, ആ ചെയറിട്ട് ഇങ്ങോട്ട്. മലയാളം മനുഷ്യർ അങ്ങോട്ട് അടുത്തിരുന്നാൽ മതി. എല്ലാവരും അടുത്തിരുന്നോ? ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ നാട്ടിൽ നാളെയാ ഇലക്ഷൻ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെയൊക്കെ മനസ്സുകൾ അടുപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹു ഉമ്മത്തിന് ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ട്. കൂട്ടുകാരില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും കൂട്ടുകാരുണ്ട്. ചിലപ്പോൾ വാപ്പയായിരിക്കാം ആത്മാർത്ഥ സുഹൃത്ത്, ചിലപ്പോൾ ഉമ്മയായിരിക്കാം, കൂടപ്പിറപ്പുകളായിരിക്കാം, കൂടെ പഠിച്ചവരായിരിക്കാം, കുടുംബക്കാരായിരിക്കാം. എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ടാണല്ലോ പറയാറുള്ളത്, എൻ്റെ കൂടപ്പിറപ്പിനേക്കാൾ എനിക്ക് സ്നേഹം ഇവനോടാ, കാരണം ഇവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അതുകൊണ്ടാ ചെറുപ്പക്കാര് പറയുന്നത് ഇവൻ എൻ്റെ ചങ്കാന്നാ പറഞ്ഞത്. ചങ്ക്, കരള്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ട്. എങ്കിൽ സത്യത്തിൽ എന്തിനാ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങളൊരാളെ കൂട്ടുകാരനാക്കി തിരഞ്ഞെടുക്കുമ്പോൾ, ഈ സഹോദരിമാര് ഒരു പെണ്ണിനെ കൂട്ടുകാരിയാക്കി തിരഞ്ഞെടുക്കുമ്പോൾ, ഈ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിൽ വലിയ ഒരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാ? നിന്റെ ദുഃഖത്തിലും നിന്റെ സന്തോഷത്തിലും കൂടെ നിൽക്കുന്നവൻ. അതിനല്ലേ കൂട്ടുകാരൻ. അതാണ് അതാണ് പഴമക്കാര് പറഞ്ഞത്, ഒരു യഥാർത്ഥ കൂട്ടുകാരനെ അറിയണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരണം. ഇത്തിരി സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികപരമായിട്ട് എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്ന സമയത്ത് നിന്നെ സഹായിക്കുന്നവനാ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത്. അല്ലാതെ നിന്റെ കയ്യിൽ ആരോഗ്യവും അധികാരവും പണവും ഉള്ളപ്പോൾ നിന്റെ കൂടെ ഒരുപാട് പേര് കാണും. പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ പിന്നെ കൂത്തുകാരൻ മാത്രമാ. നിന്റെ കയ്യിലുള്ള പണവും നിന്റെ അധികാരവും നിന്റെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ കൂടെ കിടന്നവർക്ക് പോലും നിന്നെ വേണ്ട, സ്വന്തം മക്കൾക്ക് പോലും നിന്നെ വേണ്ടാതാകുന്നു. അപ്പൊ യഥാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞാൽ നീ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പെട്ടുപോകുമ്പോൾ, ഏതെങ്കിലും ഒരു ആവശ്യത്തിന്റെ, ഒരു സഹായത്തിന്റെ ആവശ്യം നിനക്കുണ്ടാകുന്ന സമയത്ത് നിന്നെ സഹായിക്കുന്നവനാ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത്. അപ്പൊ നമ്മളെല്ലാവരും സുഹൃത്തുക്കളുമായി നടക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, നമ്മുടെ വാപ്പയാകട്ടെ, നമ്മുടെ ഉമ്മയാകട്ടെ, നമ്മുടെ ഭാര്യയാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, നമ്മുടെ കൂടപ്പിറപ്പാകട്ടെ, നമ്മുടെ കുടുംബക്കാരാകട്ടെ, നമ്മുടെ കൂടെ പഠിച്ചവരാകട്ടെ, ഇവരെല്ലാവരും ഒരു ദിവസം പെരുവഴിയിലിട്ടിട്ട് പോകുന്നവരാ. എത്ര വേണമെങ്കിലും സ്നേഹിച്ചോ, ഞാനും നിങ്ങളും എത്ര കണ്ട് സ്നേഹിച്ചാലും ഈ സ്നേഹിക്കുന്നവർ മുഴുവനും ഒരു ദിവസം നമ്മളെ പെരുവഴിയിലിട്ടിട്ട് പോകും, നമ്മളെ കൈയൊടിഞ്ഞിട്ട് പോകും. നമുക്ക് ഏറ്റവും കൂടുതൽ സഹായത്തിന്റെ ആവശ്യമുണ്ടാകുന്ന സമയത്ത് നമ്മൾ സ്നേഹിക്കുന്നവർ മുഴുവനും നമ്മളെ കൈയൊടിഞ്ഞിട്ട് പോകുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ് കൈയൊടിഞ്ഞിട്ട് പോകുന്ന സമയമെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരും.